നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 30, 31, ജൂൺ 1 ഈ തീയതികളിൽ ജ്യോതിഷഫലങ്ങൾ, അതായത് ദിനഫലങ്ങൾ, രാശിഫലങ്ങൾ ആണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷഫലങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 30 രാവിലെ 6:38 AM മുതൽ ജൂൺ 1 രാത്രി സന്ധ്യയ്ക്ക് 7:08 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 3 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്. നമ്പർ 9847291363. ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 30-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 31-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. മെയ് 30, 31, ജൂൺ 1 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ രാവിലെ 5:18 AM വരെയാണ് മെയ് 30, 31, ജൂൺ 1 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 30, 31 തീയതികളിൽ രാവിലെ 11:54 AM മുതൽ 12:44 PM വരെയാണ് മെയ് 30, 31 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. ജൂൺ 1-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം രാവിലെ 11:55 AM മുതൽ ഉച്ചയ്ക്ക് 12:44 PM വരെയാണ് ജൂൺ 1-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം മെയ് 30-ാം തീയതി രാവിലെ 9:13 AM മുതൽ രാവിലെ 10:46 AM വരെയാണ് 30-ാം തീയതി രാഹുകാലം. 31-ാം തീയതി വൈകിട്ട് 5 PM മുതൽ 6:33 PM വരെയാണ് 31-ാം തീയതി രാഹുകാലം. ജൂൺ 1-ാം തീയതി രാവിലെ 7:39 AM മുതൽ 9:13 AM വരെയാണ് ജൂൺ 1-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ. 30-5-2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 3, 0, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 31-5-2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 3, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 1-6-2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 1, 6, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ, ചൊവ്വ, ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നോക്കുന്നു. ഡയറക്റ്റായിട്ട് 3 ഗ്രഹങ്ങൾ ശുക്രൻ, ശിഖി, സർപ്പം ഈ 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാറ്റിനും ഒരു തടസ്സവും പൊലിമ കുറവും പൂർണ്ണത കുറവും ഒക്കെ ഉണ്ടാവും. പൊതുവെ മേടം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഗുണാധിക്യം ഞങ്ങൾ പറയുന്നില്ല. ഓക്കെ, മേടം രാശി. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യനും ചൊവ്വയും ഡയറക്റ്റ് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന്,
ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, ധനവരവുണ്ടാവും, ദൈവാധീനം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത പൊതുവെ നിലനിൽക്കും. എങ്കിലും വ്യാഴം ജൂൺ 2-ാം തീയതി മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യാഴം കൂടി അനുകൂലമായിട്ടുള്ള ഒരു 3 ദിവസമാണ്, 3 വർക്കിംഗ് ഡേയ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം അത് ഉപയോഗിക്കുക. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഓക്കെ, ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ബുധൻ ഇവിടെ പ്രതികൂലമായിട്ട് വന്നു കഴിഞ്ഞു. വ്യാഴം ജൂൺ 2-ന് അനുകൂലമായിട്ട് മാറും. എങ്കിലും ഈ ദിവസങ്ങളിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ശനി പ്രതികൂലമാണ്, സൂര്യനും പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പൊതുവെ ഭൗതിക സുഖങ്ങൾക്ക് ഒരു പൊലിമ കുറവ് അനുഭവപ്പെടാം. എങ്കിലും വ്യാഴവും ശനിയും അനുകൂലമായിട്ട് ഗ്രഹനിലയിലുള്ളവർക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒക്കെ ലഭിക്കാം. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ബുധൻ, ശനി, സൂര്യൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ പ്രതികൂലമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ജൂൺ 2 തൊട്ട് നേട്ടങ്ങളുടെ വലിയൊരു കാലഘട്ടം തുറന്നു കിട്ടാൻ പോവുകയാണ്, ഏകദേശം 1 വർഷം. ഓക്കെ, ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയം, ആയില്യം ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവിടെ ബുധനും വ്യാഴവും പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. ഈ ഇടവമാസം മുഴുവൻ പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. പിതൃസ്വത്ത് ലഭിക്കാം. കർമ്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കുമെങ്കിലും അത് അനുകൂലമാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഭൂമി ക്രയവിക്രയങ്ങളിൽ സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. നിയമപരമായ പ്രശ്നങ്ങൾ അനുകൂലമായ ഒരവസ്ഥയിലേക്ക് മാറും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്തര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അഷ്ടമശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും.
തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഇടവം മിഥുനം മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായതിനാൽ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ബുധൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. കർമ്മഭാവത്തിൽ ബുധൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ചൊവ്വയും പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ, പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, പൊതുവെ സർവ്വവിധ സൗഭാഗ്യം. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, ആനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം അനുകൂലമായിട്ട് വരുന്നു. ജൂൺ 2 മുതൽ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് വ്യാഴവും ശനിയും അനുകൂലമായിട്ട് ഗ്രഹനിലയിൽ ഉള്ളവർക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലപൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് ചന്ദ്രൻ. അപ്പോൾ എല്ലാറ്റിനും ഒരു പൊലിമ കുറവ്, ഒരു പൂർണ്ണത കുറവ് അനുഭവപ്പെടാം. ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കണ്ടകശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. പൊതുവെ ഒരു ഭാഗ്യത്തിൻ്റെ അകമ്പടി ഉണ്ടാവുമെങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് ഉണ്ടാവും. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇവർക്ക് കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് വ്യാഴവും ശനിയും അനുകൂലമായിട്ട് ഗ്രഹനിലയിലുള്ളവർക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. എങ്കിലും ചൊവ്വ പ്രതികൂലമാണ്. വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. യന്ത്ര സാമഗ്രികൾ സൂക്ഷിച്ചുപയോഗിക്കുക. തീ, അതായത് അഗ്നി ഭയം ഉണ്ടാവാം. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക.
ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. എങ്കിലും പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. ബുധൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് വ്യാഴവും ശനിയും അനുകൂലമായിട്ട് ഗ്രഹനിലയിലുള്ളവർക്ക് നേട്ടങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് ശനിയാഴ്ച വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.